ആരാണ് മൾട്ടിബാഗർ ആകുക എപ്പോഴും? അത് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. റിലയൻസും TCSും മൾട്ടിബാഗർ ആകുമോ? ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും അപ്പം തന്നെ പൈസ വേണം. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം, ഞാനൊക്കെ അന്ന് ജീവിച്ചിരിക്കുമോ, അല്ലെങ്കിൽ എനിക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റുമോ, അങ്ങനെ പിറകിലോട്ട് വലിക്കുന്ന കുറേ തോട്ട് പ്രോസസ് ഉണ്ട് ആളുകൾക്ക്, അല്ലേ? അങ്ങനെയാണോ ഇൻവെസ്റ്റ്മെന്റ് കാണാം? ആദ്യം വേണ്ടത് പേഷ്യൻസ് അല്ലേ? ആദ്യം മൾട്ടിബാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ റിട്ടേൺ കിട്ടില്ല. പ്രശ്നം എന്ന് പറയും, എല്ലാ ആൾക്കാരും ഓൾറെഡി മൾട്ടിബാഗർ ആയാലും കൊണ്ടുപോയിടാനാണ് ശ്രമിക്കുന്നത്. നാളെ മൾട്ടിബാഗർ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല. എല്ലാവരും വാങ്ങുന്ന സ്റ്റോക്കുകളല്ല ഒരിക്കലും മൾട്ടിബാഗറുകളാകുക. നമ്മളെല്ലാ ദിവസവും മാർക്കറ്റ് മുകളിൽ പോകുന്നു, താഴെ പോകുന്നു എന്നുള്ള എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 15 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് വളരെ ഹാപ്പിയാണ്, അല്ലേ? അവരുടെ പോർട്ട്ഫോളിയോകളൊക്കെ വളരെ പോസിറ്റീവാണ്. മാർക്കറ്റ് ഇന്ന് താഴെ പോകുന്നു, നാളെ മുകളിൽ പോകുന്നു, അതിനെക്കുറിച്ച് ഒരു ബോധേടയില്ല. ഓക്കെ, അപ്പോൾ ലോങ് ടൈമിലേക്ക് പ്രോഫിറ്റ് മാത്രം തരുന്ന, അതും 500,000 മടങ്ങ് പ്രോഫിറ്റ് മാത്രം തരുന്ന മൾട്ടിബാഗർ സ്റ്റോക്സിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ടോപ്പിക് തന്നെയാണ്. ഇപ്പം ഫ്യൂച്ചർ വെച്ചിട്ടാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെ? ഫ്യൂച്ചർ എന്താണ് എന്ന് നോക്കുമ്പോൾ ലൈക്ക് EV, സെമി കണ്ടക്ടർ. എന്താണ് പ്രശ്നം എന്ന് അറിയും, എല്ലാ ആൾക്കാരും ഓൾറെഡി മൾട്ടിബാഗർ ആയാലും കൊണ്ടുപോയിടാനാണ് ശ്രമിക്കുന്നത്. നാളെ മൾട്ടിബാഗർ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും വാങ്ങുന്ന സ്റ്റോക്കുകളല്ല ഒരിക്കലും മൾട്ടിബാഗറുകളാകുക. അത് ഇങ്ങനെ ഹിഡൻ ജെംസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് 5 വർഷവും 10 വർഷവും ഹോൾഡ് ചെയ്ത് 100 ഇരട്ടിയൊക്കെ അല്ലെങ്കിൽ 1000 ഇരട്ടിയൊക്കെ റിട്ടേൺ കിട്ടുന്ന ആ സെനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ബ്യൂട്ടി ഇരിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ വെൽത്ത് ക്രിയേറ്റ് ആവുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കുകളും കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്, അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ആയിട്ടല്ല, അതേപോലെ തന്നെ ഒത്തിരി സ്റ്റോക്കുകൾ താഴത്തോട്ട് പോയിട്ടുണ്ട്. ലാർജ് ക്യാപ് ഫണ്ടുകൾ, ലാർജ് ക്യാപ്പുകൾ അത്യാവശ്യം റിട്ടേൺ തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു ഇത്. ഒരിക്കലും ആരാണ് മൾട്ടിബാഗർ ആകുക എപ്പോഴും? അത് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. റിലയൻസും TCSും മൾട്ടിബാഗർ ആകുമോ? ഇല്ല. പ്രോഫിറ്റ് തരുമായിരിക്കും, പക്ഷെ അതൊരിക്കലും എന്താവില്ല, മൾട്ടിബാഗർ ആകും. റിലയൻസും TCSും എന്ന് പറഞ്ഞ് വളർന്ന് വലുതായ ഒരു വലിയ മരമാണ്. ഇനി അതെങ്ങനെ വലുതാവണേ? ഇനിയും വലുതാവും, വളരെ സ്ലോവില് മാത്രമാണ്. ആരായിരിക്കും മൾട്ടിബാഗർ ആകുന്നത്? ഇപ്പോഴത്തെ സ്മോളോ മിഡ് ക്യാപ്പിലെയോ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളെയാണ് മൾട്ടിബാഗർ ആകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു 500 കോടി രൂപ മുതൽ 5000 കോടി രൂപ വരെ അല്ലെങ്കിൽ 10,000 കോടി രൂപ വരെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്ട്രോങ് കമ്പനിയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും അപ്പം തന്നെ പൈസ വേണം. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം, ഞാനൊക്കെ അന്ന് ജീവിച്ചിരിക്കുമോ, അല്ലെങ്കിൽ എനിക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റുമോ, അങ്ങനെ പിറകിലോട്ട് വലിക്കുന്ന കുറേ തോട്ട് പ്രോസസ് ഉണ്ട് ആളുകൾക്ക്, അല്ലേ? അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത്യാവശ്യം നല്ല റിട്ടേണും ജനറേറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണ്. അതിന് എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സുകളും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി SIPയും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും എല്ലാം വിറ്റിട്ടാണ് ഹോസ്പിറ്റൽ ചെലവുകൾ നടത്തിയത്. മാത്രമല്ല കുറച്ച് കടം കൂടി ആ ഹോസ്പിറ്റൽ കേസിൽ അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. ഫുൾ പെട്ടുപോയി. അതായത് അത്രയും വർഷങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വെൽത്തും വിത്തിൻ 3 months കാലി. അപ്പോൾ ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ പ്രയോറിറ്റിയിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഇൻഷുറൻസ് ആണ്. അതും മെയിനായിട്ട് 2 ഇൻഷുറൻസുകൾ ഒരാൾക്ക് വേണം. ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് മൾട്ടിബാഗർ ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, SIP ആണോ, ഇതിനെക്കുറിച്ച് എന്നിട്ട് ആലോചിക്കാനേ പാടുള്ളൂ എന്നാണ് ഞാൻ പറയാം. റീസെൻ്റ് ആയിട്ട് വന്നൊരു സ്റ്റഡിയിൽ 55 ദശലക്ഷത്തോളം ഇന്ത്യക്കാർ ഹോസ്പിറ്റൽ ചെലവ് കൊണ്ട് മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് വീണ് പോയിട്ടുണ്ട്. നമ്മുടെ സർവോദയ സ്ഥാപകനായിട്ടുള്ള നിതിൻ കമത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ഇന്ത്യക്കാരൻ പാപ്പരാകാനായിട്ട് ഒരു ഹോസ്പിറ്റൽ വാസം തൊട്ടടുത്താണ്. ഒരു ഹോസ്പിറ്റൽ വാസം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാപ്പരാകും എന്നുള്ളൊരർത്ഥത്തിൽ
അതേപോലെ അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാകേണ്ടത് ഒരു പ്രോപ്പർ മെഡിക്കൽ ക്ലെയിമാണ്. ഇത് കൃത്യമായിട്ട് ചൂസ് ചെയ്യണം. ഇത് റൈറ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ സെറോദ തന്നെ ഓൺ ചെയ്യുന്ന ഡിറ്റോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള ഇൻഷുറൻസ് ചൂസ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും കിട്ടും. പല വെബ്സൈറ്റ്സും ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ പല വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സ്കാം കോളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് തരില്ല. പക്ഷേ ഡിറ്റോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അങ്ങനെയല്ല. നിങ്ങൾ കയറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആൾക്കാരുടെ ടൈമിന് വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരികയും നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യുകയും ചെയ്യും. നല്ലൊരു മെഡിക്കൽ ക്ലെയിം ചൂസ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യും. മാത്രമല്ല മെഡിക്കൽ ക്ലെയിം എടുത്താൽ പോരാ, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇത്തരത്തിലുള്ള A to Z സപ്പോർട്ട്സ് ഈ പറഞ്ഞ ഡിറ്റോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ടൈം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ സെറോദയുടെ ഡിറ്റോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഡിറ്റോ വെബ്സൈറ്റിൽ കയറുക, നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സൗജന്യ കൺസൾട്ടേഷൻ കോൾ ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മലയാളം കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങളൊരു മലയാളത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മികച്ച മെഡിക്കൽ ഇൻഷുറൻസ് ചൂസ് ചെയ്യുക, ലൈഫ് സെക്യൂർ ആക്കുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ബാഗറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് പഠിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാർജ് ക്യാപ്പിൽ നമുക്ക് കുറച്ച് റിസ്ക് കുറവാണ്. എങ്ങനെ ഇത് റിസ്ക് കുറവാണ് ലാർജ് ക്യാപ്പിൽ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ TCS ഒരിക്കലും എന്താവില്ല, മൾട്ടി ക്യാപ്പ് ആവില്ല, സേഫാണ്. റിട്ടേൺ അത്രയും കിട്ടില്ല, ചിലപ്പോൾ ഒരു 10 or 20 or 30% കിട്ടും. പക്ഷേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഹൈ റിസ്ക്കിയാണ്. പക്ഷെ റിട്ടേൺ എത്രയാണ്? 1000 ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു കഥയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 100 കോടി രൂപയുണ്ട്. 100 സ്മോൾ ക്യാപ്പിൽ 1 കോടി രൂപ വെച്ച് നിങ്ങൾ 100 മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള 100 സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, 100 സ്റ്റോക്കിലും ഓരോ ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഗുണം? ഇതിൽ ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ സേഫായി. 2 സ്റ്റോക്ക് മൾട്ടി ബാഗർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഡബിളായി. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് ആവാനായിട്ട് ടൈം എടുക്കില്ല. അതിന് മുമ്പ് ഈ മറ്റേ സ്റ്റോക്കുകളൊക്കെ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ലോസിലേക്ക് പോകും. നമ്മൾ ഓവറോൾ നോക്കണ്ടേ, അങ്ങനെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം? ആദ്യം വേണ്ടത് പേഷ്യൻസ് അല്ലേ? 100 സ്റ്റോക്കിൽ കൃത്യമായിട്ടുള്ള പേഷ്യൻസ് ഇല്ലാതെ എന്ത് ആരാ? അപ്പോൾ ആദ്യം മൾട്ടി ബാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ റിട്ടേൺ കിട്ടില്ല. പക്ഷേ 100 സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞത് 7000-ഓളം സ്റ്റോക്കുകളുണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോൾ 7000-8000 കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു 100-ലധികം IPOs വന്നിട്ടുണ്ട്. പിന്നെയാണ് 100 സ്റ്റോക്ക് കിട്ടാനായിട്ടുള്ള പാട്. അപ്പോൾ ഒരു മൾട്ടി ബാഗർ കിട്ടുമ്പോൾ ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് ആയിരിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. അതിനൊരു സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഒരു 20%-ലധികം സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിരിക്കണം. മാർജിൻ ഉണ്ടായിരിക്കണം. ആ കമ്പനിക്ക് മാർജിൻ ഉണ്ടാകണം, അതിന് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാകണം, സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, അതിന് ഡെപ്റ്റ് ഭയങ്കര കുറവായിരിക്കണം, കടം കുറവായിരിക്കണം. കമ്പനി വളർന്നാൽ മാത്രം പോരാ, കമ്പനിക്ക് ക്യാഷ് ഫ്ലോ പ്രോപ്പർ ആയിരിക്കണം, കടം കുറവായിരിക്കണം. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ നോക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇത് ROCE എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. ROCE ഒരു 15% മുതൽ 20% വരെയെങ്കിലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത കമ്പനികളൊന്നും ഒരിക്കലും ഒരു മൾട്ടി ബാഗർ ആകാനായിട്ടുള്ള സാധ്യതയില്ല. ഇനി മൂന്നാമത് നമ്മൾ പരിഗണിക്കേണ്ടത് ആ ബിസിനസ് എപ്രകാരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ്സാണോ, വളരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണോ, ഭാവിയിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്. മാത്രമല്ല ഈ കമ്പനി ആ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് മോഡൽ മറ്റൊരു കമ്പനിക്ക് ഈസി ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റരുത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹോട്ടൽ തുടങ്ങി. ഈ ഹോട്ടൽ ഒരിക്കലും എന്താവില്ല, മൾട്ടി ബാഗർ ആവാനുള്ള സാധ്യതയില്ല. കാരണം എന്താ, തൊട്ടപ്പുറത്ത് തന്നെ വേറൊരുത്ത് വന്നൊരു ഹോട്ടൽ തുടങ്ങി, ആ ഹോട്ടലിനേക്കാൾ മികച്ച ഹോട്ടൽ പുതിയ ഹോട്ടലായിട്ട് മാറാം. അപ്പോൾ ഒരു കമ്പനി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് ഗ്രോത്ത് പൊട്ടൻഷ്യൽ വേണം, കടമുണ്ടാവരുത്, സ്മോൾ ക്യാപ്പ് ആയിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് പെട്ടെന്ന് ഈ ഒരു ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യാനോ ഈ ഒരു ബിസിനസ്സിനെ കോമ്പറ്റീറ്റ് ചെയ്യാനോ പറ്റരുത്. കാരണം ഇതിനൊരു മോണോപോളി ഫീൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ 1000x ഈ പറഞ്ഞ 1000 ഇരട്ടിയിലോട്ട് ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ചിലപ്പോൾ ഒരു പാറ്റൻ്റ് ഓറിയൻറ്റഡ് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന,
അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് കാര്യം ആ ഒരു ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അത്തരം ബിസിനസ്സുകൾ വളരെ പെട്ടെന്ന് മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അത്രയും കോമ്പറ്റേറ്റീവ്സ് ഇല്ലാത്ത വളരെ മോണോപോളി ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ റയർ അല്ലേ? അല്ല, അങ്ങനെയാണ്. നല്ല സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ RVNL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇതൊക്കെ മൾട്ടി ബാഗർ റിട്ടേൺസ് ഓൾറെഡി തന്ന സ്റ്റോക്കുകളാണ്. ഇതുപോലെ ചില ഏരിയാസ് ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ AI അവർക്ക് മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനി, അവർ ചിലപ്പോൾ മൾട്ടി ബാഗർ ആകും. അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കമ്പനികൾ മൾട്ടി ബാഗർ ആകും. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അവർക്ക് മൾട്ടി ബാഗർ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ചില FMCG പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ്, ആർക്കും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനി. FMCG കമ്പനികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലബിലിറ്റി ഭയങ്കരമാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനികളുടെ പ്രത്യേകത എന്താണ്? സ്കെയിലബിലിറ്റി സെയിം ആണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ സിംഗിൾ ചെലവിൽ മൾട്ടിപ്പിൾ ഇൻകമാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഉള്ള മാർജിൻ ഹൈ ആയിട്ടുള്ള, സ്കെയിലബിലിറ്റി ഹൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കുന്ന ബിസിനസ് ചെയ്യുന്ന കമ്പനികളായിരിക്കും എപ്പോഴും മൾട്ടി ബാഗ് റിട്ടേൺസ് നൽകുക. അതിൻ്റെ അകത്തൊരു ഡൗട്ടും വേണ്ട. അങ്ങനെയുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അതുപോലെ തന്നെ മൾട്ടി ബാഗ് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വാട്ട് ഈസ് ഫ്യൂച്ചർ എന്ന് നോക്കാറുണ്ട്. ഇപ്പം എന്താണോ ബ്രേക്ക് ഇപ്പം ഫെമിലിയർ അല്ലാത്തതും അല്ലെങ്കിൽ ഇപ്പോൾ വലിയ റീച്ച് ഇല്ലാത്തതും ഭാവിയിൽ ഇതായിരിക്കും തരംഗം എന്ന് പറയുന്ന കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ്, EV, അവരൊക്കെ ഓൾറെഡി ആ തരംഗത്തിലാണ് നമ്മൾ. അതായത് AI ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടാത്തത്. AI ഇന്ത്യയിൽ മൾട്ടി ബാഗ് സ്റ്റോക്കുകൾ വന്നിട്ടില്ല. ചിലപ്പോൾ വന്നേക്കാം. യൂസിൽ തന്നു ആരാ? NVIDIA ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും എന്ത് പറ്റി? മൾട്ടി ബാഗറുകളായി യൂസിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു AI തരംഗം വന്നിട്ടില്ല. പക്ഷെ ചില സ്റ്റോക്കുകൾ, ഇപ്പോൾ നമ്മുടെ കൊഫോർജ് ഉൾപ്പെടെ ചില സ്റ്റോക്കുകൾ, പെർസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും വലിയ മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. മിഡ് ക്യാപ് IT കമ്പനികളിൽ AI ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ അവിടെ ചിലപ്പോൾ മൾട്ടി ബാഗർ കിട്ടിയില്ലെങ്കിലും 10x കിട്ടാൻ സാധ്യതയുള്ള പല സ്റ്റോക്കുകളും അവിടെ ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പുതിയ കമ്പനികൾ വരികയാണ്, അവർ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. അത്രയും പോപ്പുലേഷനാണ്. അപ്പോൾ FMCG ന്നും ഇന്ത്യയിൽ മൾട്ടി ബാഗറുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കൺസപ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ മൾട്ടി ബാഗറുകളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഇന്ത്യക്ക് മാത്രമുള്ളൊരു പ്രത്യേകത തന്നെയാണ്. IT നമുക്ക് അവർ ഔട്ട്പുട്ട് കിട്ടിയേക്കാം. പിന്നെ ഇതിനേക്കാൾ വളർച്ച വേണം, കടം പാടില്ല, സെയിൽസ് ഗ്രോത്ത് വേണം എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ആരാണ് ഈ കമ്പനി നയിക്കുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? അവരെല്ലാ തവണയും പറയുന്ന ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ? അവർ ക്രെഡിബിളാണോ? അതായത് പ്രൊമോട്ടേഴ്സ് ക്രെഡിബിളാണോ? അവർക്കൊരു 50 to 60% ഹോൾഡിംഗ് അവരുടെ കയ്യിലുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ വില്യം നെയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വില്യം നെയിൽ എന്ന് പറയുന്നത് ആ രീതിയിൽ സ്റ്റോക്കുകളെ മാത്രം ചൂസ് ചെയ്യുന്നൊരു വലിയ മനുഷ്യനായിരുന്നു. US അത്രയും ഫേമസ് ആയിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഫണ്ടമെൻ്റൽ കാര്യങ്ങളുടെ കൂടെ തന്നെ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി നോക്കണം. പ്ലസ് എല്ലാ ക്വാർട്ടറിലും ഒരു പുതിയ, അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു പുതിയ FIA, ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്റ്റോക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുക. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാത്രമേ മൾട്ടി ബാഗർ ആകുള്ളൂ. എല്ലാ ക്വാർട്ടറിലും 25% ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്തും EPS, അതായത് ഏണിംഗ് പെർ ഷെയറും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പം നമ്മൾ EPS എപ്പോഴും പറയുമ്പോൾ EPS ഗ്രോത്ത്, പെഗ് റേഷ്യോ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പെഗ് റേഷ്യോ നല്ല ഒരു സ്റ്റേബിൾ ആയിരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും സ്റ്റാർട്ടപ്പുകളുടെ കേസിൽ, ഇപ്പോൾ പുതിയതും എല്ലാം സ്റ്റാർട്ടപ്പുകളാണല്ലോ, സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോഫിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവില്ല, എന്നാൽ അവർ ലിസ്റ്റ് ആവും. അപ്പോൾ പ്രോഫിറ്റ് ആവാത്ത കമ്പനികളെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലൊന്നും നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. കാരണം ഈ കമ്പനികൾക്ക് ഒരു ഫ്യൂച്ചർ സ്കെയിലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കണം. കൂടുതലും ഒരു സർവീസ് ഓറിയന്റഡ് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ഓറിയന്റഡ് കമ്പനീസ് ആയിരിക്കും കുറച്ചും കൂടി. തീർച്ചയായിട്ടും. പക്ഷേ FMCGയിലൊക്കെ അത് സർവീസ് ഓറിയന്റഡ് തന്നെയായിരിക്കും. റൈറ്റ് സർവീസ് ആണെങ്കിൽ, അതായത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, പുതിയൊരാൾക്ക് ആ ഒരു ബിസിനസ്സിലോട്ട് പെട്ടെന്ന് എൻട്രി ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ബിസിനസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു എക്സാമ്പിൾ നമുക്ക്
ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് പറഞ്ഞു കൊടുക്കുക. അല്ല, സ്റ്റോക്ക് പറയണമെന്നില്ല. ഇപ്പൊ സുനിൽ പറയുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് പ്രോപ്പർ റിസ്ക് റിവാർഡിലാണ് നമുക്ക് കിട്ടുക. എന്നിരുന്നാലും ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് സ്റ്റോക്ക് പറയാം. 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസിൽ നമുക്കറിയാം. ഇന്ത്യയുടെ കേസിൽ വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇതൊരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഗ്രോയിങ് കൺട്രിയാണ്. നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ്നെസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ആയിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ വളരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നല്ല വെള്ളം, വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ്. ഇത് രണ്ടിലും വലിയൊരു പൊട്ടൻഷ്യൽ ഇന്ത്യയിലുണ്ട് കറൻ്റ്ലി. അത്തരത്തിലുള്ള പല സ്റ്റോക്കുകളും പുതിയതായിട്ട് വരാനുണ്ട്. ഇനി ഈ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച വേറൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത്ര നാൾ നമ്മുടെ നാട്ടിൽ ബിൽഡിങ്സ് പണിയുന്നത് പൈലടിക്കുന്നു, കോൺക്രീറ്റ് ഉപയോഗിച്ച് വലിയ വലിയ ബിൽഡിങ്സ് വരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മെറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് വലിയ വലിയ ഷോറൂമുകൾ വരുന്നു. അതായത് മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്സ് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോഡൗൺസ് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, കാർ ഷോറൂമുകൾ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികൾ കുറച്ചുണ്ട്. അത്തരത്തിലുള്ള കമ്പനികൾ ഒരു പക്ഷേ മൾട്ടി ബാഗർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് പവറാണ്. നമ്മൾ AI യുഗത്തിലോട്ട് കിടക്കുകയാണ്, ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ പവർ ജനറേഷനിലുള്ള പല കമ്പനികളും, പവർ ജനറേറ്റ് ചെയ്യുന്ന പല കമ്പനികളും ഒരുപക്ഷെ മൾട്ടി ബാഗേഴ്സ് ആകാം. പിന്നെ മറ്റൊരു സെക്ടർ കൂടി നമ്മൾ ഇതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സോളാറും EV സെക്ടേഴ്സ്. പക്ഷെ ഇതിൻ്റെ അത് ആരാണ്? ഇവർക്ക് ഈ സോളാർ EV സെക്ടേഴ്സിൽ പരസ്പരം ഭയങ്കര വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ ജനറേറ്റ് ചെയ്യും. അത് ആരാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെയുള്ള റിസർച്ച് നമ്മൾ ഈ ഒരു സെക്ടേഴ്സിലൊക്കെ നോക്കാം. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇത് FMCGയിൽ വരുന്നതാണ്. പക്ഷേ വെറും FMCG അല്ല, പ്രോട്ടീൻ ബാറുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറുകൾ. ഇത് വലിയൊരു ട്രെൻഡാണ്. പ്രോട്ടീൻ വ്യാജാണെന്ന് ഒരു ന്യൂസ് തന്നെ. അല്ല, നല്ല കമ്പനികൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഉടായ്പകൾ അവിടെ ഉണ്ടാവും. അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പല പുതിയ ബ്രാൻഡുകളും ഇന്ത്യയിൽ തന്നെ പ്രോട്ടീൻ പൗഡറുകളും പ്രോട്ടീൻ ബാറുകളും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അതിൻ്റെ കൺസെപ്ഷൻ ഭയങ്കരമായിട്ട് കൂടി. നമ്മുടെ ലോക്കൽ കടകളിൽ പോലും പണ്ട് ഇല്ലാതിരുന്ന ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? 10 ഗ്രാമിൻ്റെ 20 ഗ്രാമിൻ്റെ പ്രോട്ടീൻ ബാറുകൾ വിൽക്കാൻ വെച്ച് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന് വലിയ സെയിലുണ്ട്, വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള കമ്പനികളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മൾട്ടി ബാഗർ ആയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒത്തിരി കമ്പനികളുണ്ട്. ഏതാണ് ഗ്രോ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് സ്മാർട്ട് മീറ്ററാണ്. സ്മാർട്ട് മീറ്റർ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും, കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ വീടുകളിലും ഇപ്പോൾ ആളുകൾ വന്നിട്ടാണ് കറണ്ട് ബില്ല് നോക്കുന്നത്. ഇത് മാറിക്കൊണ്ട് സ്മാർട്ട് മീറ്റർ റീപ്ലേസ്മെൻറ്റ് ചിലപ്പോൾ വന്നേക്കാം, ഉറപ്പായിട്ടും വരും. അത് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഒരു പക്ഷേ ഓൾറെഡി പല കമ്പനികളും വലിയ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ആ കമ്പനികൾ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ചിലപ്പോൾ ജനറേറ്റ് ചെയ്തേക്കാം. ഇനിയും ഇതുപോലുള്ള ഒത്തിരി സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ സെക്ടേഴ്സും കഴിഞ്ഞ റാലിയിൽ പങ്കെടുക്കാത്ത സെക്ടേഴ്സ് ആണെന്ന് കൂടി ശ്രദ്ധിക്കുക. അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റാലിയിൽ മൾട്ടി ബാഗർ ആയ സ്റ്റോക്ക് വീണ്ടും ഒരു മൾട്ടി ബാഗർ ആകും എന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ല? ആ രീതിയിൽ വേണം നിങ്ങൾ സ്റ്റോക്കുകളെ ചൂസ് ചെയ്യാൻ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ മറ്റേ സെമി കണ്ടക്ടർ സെക്ടറിൽ സിൽവർ റിലേറ്റഡ് സ്റ്റോക്സ്, അതുപോലെ തന്നെ കോപ്പർ റിലേറ്റഡ് സ്റ്റോക്സ് ഒക്കെ, അവരൊക്കെ ഓൾറെഡി വലിയ കമ്പനികൾ തന്നെയാണ്. പക്ഷെ മൾട്ടി ബാഗർ ചിലപ്പോൾ തരില്ല. ചിലപ്പോൾ 100x അല്ലെങ്കിൽ 10x 20x ഒക്കെ റിട്ടേൺ ചിലപ്പോൾ തന്നേക്കാം. അപ്പം ചെറിയൊരു ഐഡിയ മൾട്ടി ബാഗ് സ്റ്റോക്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്സ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് ഏതെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ കമന്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഭാവിയിൽ ഇതൊക്കെ മൾട്ടി ബാഗർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡിറ്റോ വെബ്സൈറ്റ് ആണ്. നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് മറന്നു പോകരുത്. ഡിറ്റോ ഉപയോഗിക്കുക, നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. പ്ലസ് ട്രേഡ് ടോക്സിൻ്റെ സൺഡേ ലൈവ് എല്ലാ സൺഡേയും 8 മണിക്കുള്ള ലൈവിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ സൺഡേ ലൈവിലൂടെ ആയിരിക്കും ഇനി കൂടുതലായിട്ട് നിങ്ങളോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റിൽ നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
ഇത്തരത്തിലുള്ള നോളജ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ സൺഡേ ലൈവ് 8 മണിക്കാണ്, മറന്നു പോകേണ്ട. അപ്പോൾ ഡിക്റ്റോയുടെ വെബ്സൈറ്റ് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.